തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM പാറശാല ഏരിയ കമ്മിറ്റിയിൽ വിമർശനം. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അജയകുമാറാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവാകാൻ പിണറായി അയോഗ്യനെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ഒരു തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം അത് നേതൃത്വത്തിന്റെ പക്കലേക്ക് പൂർണ്ണമായും ചാരുന്ന രീതിയിലാണ് വിവിധ കമ്മിറ്റികൾ, അതിപ്പോൾ ഏരിയ കമ്മിറ്റി ആണെങ്കിലും ജില്ലാ കമ്മിറ്റി ആണെങ്കിലും അവിടെ നിന്നൊക്കെ വരുന്ന വിമർശനങ്ങൾ. ഇപ്പോൾ ഈ പാറശാല ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്ത്യന, സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ പിണറായി വിജയനെതിരെ കാര്യമായ വിമർശനം ഇല്ല. പക്ഷേ അത് താഴെ തട്ടിലേക്ക് എത്തുമ്പോഴും, പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിലൊക്കെ എത്തുമ്പോഴേക്കും വലിയ വിമർശനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഈ പാറശാല ഏരിയ കമ്മിറ്റിയിലാണ് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്തുതിഗാന വിവാദം അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് പാറശാല ഏരിയ കമ്മിറ്റി അടക്കം പങ്കെടുത്തുകൊണ്ടാണ് പിണറായിക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. എന്നാൽ അതേ ഏരിയ കമ്മിറ്റി തന്നെ അവരുടെ ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിക്കാണ്. പാർട്ടി കോട്ടയിൽ പിണറായി 6 റൗണ്ട് പിന്നിൽ പോയി. പ്രതിപക്ഷ നേതാവാകാൻ പിണറായി അയോഗ്യനാണ്. MLA സ്ഥാനം രാജിവെച്ച് മാന്യത കാട്ടണം എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലെ റിപ്പോർട്ടിംഗിൽ വിമർശനം ഉയർന്നത്. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അജയകുമാറാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങളിൽ കാര്യമായിട്ടുള്ള വിമർശനം അത് പിണറായി വിജയനെതിരെ ഉണ്ടാകും. ക്രിസ്ത്യന. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.